എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. ഇടയനെ പോലെ കരുതിയിടുന്നു, അമ്മയെ പോലെ വളർത്തിയിടുന്നു. ഇടയനെ പോലെ കരുതിയിടുന്നു, അമ്മയെ പോലെ വളർത്തിയിടുന്നു. ഓരോ ദിവസമതും ഓരോ നിമിഷമതും യേശു എനിക്കായി കരുതിയിടുന്നു. ഓരോ ദിവസമതും ഓരോ നിമിഷമതും യേശു എനിക്കായി കരുതിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. Praise the Lord. അനുദിന വചനം. Blessed are those who hunger and thirst for righteousness. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. Matthew's Gospel chapter 5 verse 6. Blessed are those who hunger and thirst for righteousness, for they shall be satisfied. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുത്തെ വചനം പറയുന്നുവല്ലോ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പഠിപ്പിക്കണം. അടിയങ്ങളിതാ അവിടുത്തെ വചനത്തിൽ ശ്രദ്ധ വെച്ച് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തോട് സംസാരിക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരു പടി കൂടി അവിടുത്തെ വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശപ്പിനും ദാഹത്തിനുമായിട്ടാണ് മനുഷ്യർ കൂടുതൽ അധ്വാനിക്കുന്നത്. മനുഷ്യൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ശരീരത്തിൻ്റെ ദാഹത്തെയും വിശപ്പിനെയും പരിപോഷിപ്പിക്കാനാണ്. എന്നാൽ യഥാർത്ഥ ദാഹവും വിശപ്പും എന്തിനായിരിക്കണമെന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ കർത്താവ് തന്നെ നമ്മളോട് പറയും, പഠിപ്പിക്കും. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. കാരണം കർത്താവ് തന്നെ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന്. അപ്പോൾ കർത്താവ് തരുന്ന ആഹാരമെന്ന് പറയുന്ന നിത്യജീവനായിട്ടുള്ള ആഹാരമാണ്. ആഹാരത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ വചനം. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം
ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്നുത്തരം പറഞ്ഞു. സമരിയക്കാരിയായ സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പോൾ ഉള്ള ഒരു സംഭാഷണം നമുക്കറിയാം. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നീ ഒരു നാളും ദാഹിക്കുകയില്ല, എന്നാൽ ആ വെള്ളം എനിക്കിതാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തരുന്ന വെള്ളം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കുകയില്ല. മനുഷ്യൻ അല്ലേ ആഹാരത്തിനും വെള്ളത്തിനുമായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്. എന്നാൽ നശിക്കാത്തൊരു ആഹാരവും വെള്ളവും ഉണ്ട്. അത് തരുവാൻ ഒരുവന് മാത്രമേ കഴിയൂ. ആ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പോൾ വിശക്കുന്നവനെല്ലാം ഭക്ഷിക്കേണ്ട ഒരു അപ്പമുണ്ട്, ജീവന്റെ അപ്പം. അത് യേശുക്രിസ്തുവാകുന്ന വചനമാകുന്ന അപ്പമാണ്. സ്തോത്രം. ആ അപ്പം ഭക്ഷിക്കാതെ കണ്ട് മറ്റേതെല്ലാം അപ്പം ഭക്ഷിച്ചാലും പിന്നെയും വിശപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നത് ഒരുവൻ മാത്രമാണ്, നമ്മുടെ കർത്താവായ യേശുവാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. ഈ ഒരു AC അല്ലേ നമുക്ക് വേണ്ടത്? എന്തു ചൂടാ! ഓരോ ദിവസം ചെല്ലും തോറും സൂര്യന്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. വരുംകാലങ്ങളിലൊക്കെ ചൂട് അധികമായി മനുഷ്യനെ ചുട്ട് എരിക്കുമെന്നാണ് സയൻസ് പറയുന്നത്. അതിനു മുമ്പ് കർത്താവായ യേശുക്രിസ്തുവാകുന്ന AC-യിലേക്കൊന്ന് കയറിയാൽ, സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ AC-യിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ചെയ്യണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ദൈവത്തിന്റെ വചനം പറയുന്നു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹം അവൈലബിൾ ആകുന്ന സമയത്ത് അടുത്തു ചെന്ന് ആർത്തിയോടെ വാങ്ങിച്ച് ഭക്ഷിക്കേണ്ട സമയമാണിത്. സ്തോത്രം. നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും ഈ ഒരു പകർച്ച, ഈ ഒരു ആത്മപകർച്ചയാണ് ഇന്ന് കുടുംബങ്ങൾക്ക് വേണ്ടത്. ഈ ഒരു ആത്മപകർച്ചയാണ്, ഈ ഒരു ആത്മീയ ദാഹമാണ് സഭകൾക്ക് വേണ്ടത്. അത് തരാൻ കർത്താവ് റെഡിയാണ്. സങ്കീർത്തനങ്ങൾ 63:1, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങിയ വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പാടുകയാണ്, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. എന്നാൽ ഇപ്പോഴെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതാനും ചില ദൈവമക്കൾ ഇത് പ്രാർത്ഥിച്ചു വരുമ്പോൾ, ദൈവമേ അതികാലത്തെ 8-9 മണിയാകുമ്പോൾ ഞാൻ നിന്നെ അന്വേഷിക്കും. ചിലർക്കൊക്കെ സൂര്യൻ 8-9 മണി കഴിയുമ്പോഴാണ് ഉദിക്കുന്നത്. അതികാലത്തെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഒരു അന്വേഷകനാണോ? ദൈവത്തെ അതികാലത്തെ അന്വേഷിക്കുന്നവരാണോ? സങ്കീർത്തനം 107:9, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. സ്തോത്രം. തിന്നാൻ വേണ്ടിയല്ല ജീവിക്കേണ്ടത്, ജീവിക്കാൻ വേണ്ടി കഴിക്കണം. എന്നാൽ തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കേണ്ടത്. അതെങ്ങനെ കഴിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും, ആര്? ദൈവം, കർത്താവായ യേശു. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ആമോസിന്റെ പുസ്തകം 8:11, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, കർത്താവിന്റെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് കർത്താവായ യേശു അരുളി ചെയ്യുന്നു. ഈ ഒരു ദാഹവും ഈ ഒരു വിശപ്പിനും ആണ് നമുക്ക് വേണ്ടത്, ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള. എത്ര പേര്, സ്തോത്രം, ഈ വചനമാകുന്ന മന്ന ഭക്ഷിച്ച് തൃപ്തരാകും? മതിവരാത്തൊരു കാര്യമാണ്. എത്ര കണ്ട് ഭക്ഷിച്ചാലും മതിവരാത്ത ഒരു ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന മന്നയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, സ്തോത്രം, അപ്പത്തിനായുള്ള വിശപ്പല്ല,
വെള്ളത്തിനായുള്ള ദാഹവുമല്ല, കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ആ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നോ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഒത്തിരി മക്കൾ പ്രഭാതത്തിൽ ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ട് ശക്തിപ്പെട്ട് അവരുടെ അനുദിന ജീവിതം തുടരുന്ന അനേകരുണ്ട്. ദൈവം അങ്ങനെയുള്ളവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. മത്തായി 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചത്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇതിനായി നമുക്ക് അധ്വാനിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ പുതുദിനത്തിൽ ഞങ്ങളെ ഹൃദയങ്ങളെ ശോധന ചെയ്തറിയുന്നപ്പാ, ഞങ്ങളുടെ ദാഹം, ഞങ്ങളുടെ വിശപ്പ് മാറിപ്പോകാതെ നശിച്ചു പോകുന്ന വെള്ളത്തിനും അപ്പത്തിൻ്റെ പുറകെ പോകാതെ സ്തോത്രം, വചനമാകുന്ന അപ്പത്തിനായി വിശക്കുവാനും ദാഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് വചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയായി ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ ദിനത്തിൽ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം ഒരനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഇന്ത്യക്ക് എതിരെ ഉയരുന്ന എല്ലാ പോരാട്ടങ്ങളും, അകത്തുനിന്നും പുറത്തുനിന്നും ഉയരുന്ന എല്ലാ പോരാട്ടങ്ങളും ഇന്ത്യയുടെ ദേശം മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് കർത്താവേ, ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും എല്ലാം ഹല്ലേലൂയ ഓരോ രാജ്യത്തിലെ നേതാക്കന്മാരുടെ ഉള്ളിൽ നിന്ന് മാറി ഹല്ലേലൂയ രാജ്യത്ത് ജനങ്ങൾക്ക് സമാധാനം കാക്ഷിക്കുന്ന രീതിയിലുള്ള ചിന്താഗതികൾ അവരുടെ മണ്ഡലത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പൈശാചിക ശക്തി ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം കർത്താവേ. യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് ആത്മാവിനായിട്ടുള്ള ആത്മീയ ദാഹമുള്ളവരായി, വിശപ്പുള്ളവരായി അവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സുകൾ, അതിൻ്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം കർത്താവേ. പോകുന്നിടത്തേക്കും തിരുക്കരം കൂടെ വരുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നിരാശ മാറിപ്പോട്ടെ. ശരീരത്തിൻ്റെ വേദനകൾ സൗഖ്യമാകട്ടെ കർത്താവേ. പ്രത്യാശയോടെ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓ സ്തോത്രം, 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 സ്തോത്രം. വിവിധ ആവശ്യങ്ങൾ ഉള്ള ഒത്തിരി മക്കളുണ്ട് കർത്താവേ. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ മക്കളെയും ഈ സമയത്ത് ഓർത്ത് തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവയ്ക്കെല്ലാം മറുപടി തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ, ഇത്രത്തോളം ഞങ്ങൾ ഉള്ളം കയ്യിൽ വഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളാരും നിന്നതല്ലപ്പാ, നീ ഞങ്ങൾ നിർത്തിയതാണ്. ഒന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ നോക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ നോക്കും പോലെ, ആ ചിറകടി ആ മറവിടത്തിൽ യേശു എന്നെ സൂക്ഷിക്കുന്നു. ആ ചിറകടിയിൽ ആ മറവിടത്തിൽ യേശു എന്നെ സൂക്ഷിക്കുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ
ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ.